السلام عليكم. Welcome to Justin's Table. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നോക്കിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ അറബിക്കിലെ 4ാമത്തെ യൂണിറ്റ് തുടങ്ങി വെച്ചു അല്ലേ? 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കി. അതിലെന്തായിരുന്നു പറഞ്ഞത്? വജദ എഹ്സാൻ റിസാലത്ത് മുഷ്തരിക ഫി മജ്മുഅത്തി വാട്സപ്പ് അൽ-ഉസ്രിയ അല്ലേ? എഹ്സാൻ തൻ്റെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഷെയർ ചെയ്യപ്പെട്ട ഒരു മെസ്സേജ് കാണുകയാണ്. എന്തായിരുന്നു ആ മെസ്സേജ്? ഒരു മാരിൽ സിറായിയുടെ ഒരു കാർഷിക പ്രദർശനത്തിന്റെ അല്ലെ, അഗ്രികൾച്ചർ എക്സിബിഷന്റെ ഒരു ഏലാനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അങ്ങനെ ആ ഏലാൻ നമ്മൾ ആ പരസ്യം നമ്മളൊന്ന് കണ്ടു, മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു പരസ്യം വരിക, എങ്ങനെയാണ് ഒരു പരസ്യം തയ്യാറാക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? അൽ കെൻസുൻ എന്നാണ്. കെൻസുൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷർ അല്ലെ? ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി, നിധി എന്നാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഒന്ന് നോക്കാം. വസ്സല ഇഹ്സാൻ മാ വാലിദിഹി ഇലാ മാരിൽ സിറായി ഷാഹദ അക്ഷാശം മുഖ്തലിഫ. قال إحسان: يا أبي ألا نشتري بعض البذور والشتلات ونغرسها في الحقائب على سطح منزلنا؟ قال الوالد: نعم، ذلك عمل راعي ومفيد، سنشتري. വസ്സല ഇഹ്സാൻ മാ വാലിദിഹി ഇലാ മാരിൽ സിറായി. അങ്ങനെ നമ്മുടെ ആ ഇഹ്സാൻ എന്ന ആ കുട്ടിയില്ലേ, അവന്റെ പിതാവിന്റെ കൂടെ ആ മാരിൽ സിറായി കാണാൻ പോവുകയാണ്. ആ അഗ്രികൾച്ചർ എക്സിബിഷൻ കാണാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ എക്സിബിഷൻ പോയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു എക്സിബിഷൻ? എങ്ങനെയായിരിക്കും ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് സാധനങ്ങളുടെ ഒരു എക്സിബിഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറേ സ്റ്റാളുകൾ ആയിരിക്കും അല്ലേ? ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉണ്ടാവും. അത് എസിന്റെ മാത്രം ഒരു സ്റ്റാള്, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ അതുപോലെ ഓരോ കമ്പനിയുടേത്, ഗോദ്റേജ്, സാംസങ്, അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് കാണാം. അങ്ങനെ അതുപോലെ പല ഫെസ്റ്റിവലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇഹ്സാനെ ആ ഒരു എക്സിബിഷൻ കാണാൻ പോവുകയാണ്. അങ്ങനെ വസല ഇഹ്സാൻ എത്തി മാ വാലിദിഹി തന്റെ പിതാവിന്റെ കൂടെ ഇലാ മാരിൽ സിറായി ആ കാർഷിക പ്രദർശനത്തിന് അവരെത്തുകയാണ്. ഇഹ്സാൻ അറൈവ്ഡ് വിത്ത് ഹിസ് ഫാദർ അഗ്രികൾച്ചർ ഫെയർ എന്ന് പറയാം. അങ്ങനെ ഷാഹദ അക്ശാശം മുഖ്തലിഫ. ഷാഹദ അവർ രണ്ടുപേരും കണ്ടു. ഷാഹദ പറഞ്ഞാല് അവർ രണ്ടുപേരും കണ്ടു. ആരൊക്കെയാണ്? ഇഹ്സാനും അവന്റെ പിതാവും. അക്ശാശം മുഖ്തലിഫ. അക്ശാശം എന്ന് പറഞ്ഞാല് ഒരുപാട് സ്റ്റാളുകൾ. അക്ശാശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സിബിഷൻ പോകുമ്പോൾ ഒരുപാട് കുറെ സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? ഓരോ ഷോപ്പുകൾ. അതുപോലെ അക്ശാശം മുഖ്തലിഫ, വ്യത്യസ്ത പലവിധം സ്റ്റാളുകൾ അവരെ കണ്ടു. ഷാഹദ ഡിഫറെന്റ് ബൂത്ത് ഒക്കെ പറയാം, ഡിഫറെന്റ് സ്റ്റാൾ, അത് വെച്ചാൽ ഡിഫറെന്റ് ബൂത്ത്സ്. قال إحسان: يا أبي ألا نشتري بعض البذور والشتلات ونغرسها في الحقائب على سطح منزلنا? എന്താണ് ഇഹ്സാൻ പറയുന്നത്? കാല ഇഹ്സാൻ പറഞ്ഞു, യാ അബി എന്റെ പിതാവേ, അലാ നെസ്തരി നമുക്ക് വാങ്ങിയാലോ? അലാ നെസ്തരി പറഞ്ഞാല് നമുക്ക് വാങ്ങിയാലോ? ബാലൽ ബുദൂരി ചില വിത്തുകളൊക്കെ നമുക്കൊന്ന് വാങ്ങിയാലോ? ഷത്തലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തൈകള്, ചെടികള് എന്നൊക്കെ പറയാം. ചെറിയ തൈകളും ചെടികളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വിത്തുകളും തൈകളും ഒക്കെ വാങ്ങിയാലോ? നെഗരിസുഹ എന്നിട്ട് നമുക്കത് നടാം, നമുക്കത് നട്ടുപിടിപ്പിക്കാം. ഫിൽ ഹക്കായിബി ബാഗുകളിൽ, ഗ്രോ ബാഗ് എന്നൊക്കെ പറയില്ല, നമ്മൾ ചെടികൾ നടുന്ന ബാഗുകളില്ലേ, കവറില്ലേ, അങ്ങനത്തെ ഗ്രോ ബാഗുകളിൽ നമുക്ക് അത് നടാം. അല സത്തഹി മൻസിലിന നമ്മുടെ വീടിന്റെ മേൽക്കൂരയില്, നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് അതൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നാണ് പറയുന്നത്. സത്തഹി പറഞ്ഞാല്, സത്തഹി മൻസിലിന പറഞ്ഞാൽ നമ്മള് വീടിന്റെ റൂഫ് എന്നൊക്കെ പറയില്ലേ, മുകളില്. അങ്ങനെ നമ്മുടെ വീടിന്റെ മുകളിൽ നമുക്ക് ഈ ഗ്രോ ബാഗുകളിലൊക്കെ ആക്കിയിട്ട് അത് നട്ടുപിടിപ്പിച്ച് വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്താണ്? Son said, Father, shall we not
by some seeds and seedling and plant them in bag on the roof of our house എന്ന് ചോദിക്കാണ്. ഖാലൽ വാലിദു നാം ദാലിക അമലുൻ റായുൻ വ മുഫീദുൻ സനഷ്തരി. എന്താണ് അപ്പൊ പിതാവ് പറഞ്ഞ്? ഖാലൽ വാലിദു, പിതാവ് പറയാണ് നാം ഓക്കെ യെസ് എന്ന് പറയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. ദാലിക അമലുൻ റായുൻ വ മുഫീദുൻ, ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ആൻഡ് യൂസ്ഫുൾ വർക്ക് എന്നാണ് അല്ലേ പിതാവ് പറഞ്ഞ്. ദാലിക അമലു, നല്ലൊരു വർക്കാണ്, നല്ലൊരു ജോലിയാണ്. റായുൻ എന്ന് പറഞ്ഞാല് വണ്ടർഫുൾ, നല്ല മനോഹരകരമായ ഒരു കാര്യമാണ്, ഒരു ജോലിയാണ്. ഓ മുഫീദ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഫുൾ ആയ അല്ലെ. ദാലിക ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ആൻഡ് യൂസ്ഫുൾ വർക്ക്. മുഫീദ് എന്ന് പറഞ്ഞാല് ഒരു പ്രയോജനകരമായ, യൂസ്ഫുൾ ആയ. സനഷ്തരി, ശേഷം നമുക്കത് വാങ്ങാം എന്നാണ് പറയുന്നത്. സനഷ്തരി പറഞ്ഞാല് വി വിൽ ബേ എന്നാണ്. ഐന്ദൽ ഓറോബി റജ ഇഹ്സാൻ മാ വാലിദിഹി ഇലൽ മൻസിലി വശാത്തറൽ അയലാന ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ. ഐന്ദൽ ഓറോബി, അങ്ങനെ അസ്തമയ സമയമായപ്പോൾ, വൈകുന്നേര സമയമായപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്തമയ സമയം. റജ ഇഹ്സാൻ മടങ്ങി, മാ വാലിദിഹി തന്റെ പിതാവിന്റെ കൂടെ മടങ്ങുകയാണ്. ഇലൽ മൻസിലി അവന്റെ വീട്ടിലേക്ക് മടങ്ങി. അറ്റ് സൺസെറ്റ് ഇഹ്സാൻ റിട്ടേൺഡ് ഹോം വിത്ത് ഹിസ് ഫാദർ. വശാത്തറ അയലാന ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ. വശാത്തറ, അങ്ങനെ അവന് ഷെയർ ചെയ്യുകയാണ്. ഷാത്തറ എന്നാൽ ഷെയർ ചെയ്യുക, മെസ്സേജ് ഷെയർ ചെയ്യണേനാണ് ഷാത്തറ എന്ന് പറയാം. ഷാത്തറ അയലാന, ആ പരസ്യമില്ലേ, അഡ്വർടൈസ്മെന്റിന്റെ ആ പരസ്യം, അവൻക്ക് ലഭിച്ച ആ പരസ്യം അവൻ ഷെയർ ചെയ്യുകയാണ്. ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ, അവന്റെ ക്ലാസ്സിലെ ഗ്രൂപ്പില് അവൻ ആ മെസ്സേജ്, ആ അയലാന് അവൻ ഷെയർ ചെയ്യുകയാണ്. ഹി ഷെയർഡ് ദ അനൗൺസ്മെന്റ് ഇൻ ദി ക്ലാസ് ഗ്രൂപ്പ്. ഖറഅത്തുല്ലാബു അൽ അയലാന വഖാലു നാം നഗ്രിസു വനസ്റഉ ഫിൽ മദ്രസത്തി. ഖറഅത്തുല്ലാബു, അങ്ങനെ കുട്ടികളൊക്കെ അത്, ആ സ്റ്റുഡൻസ്, ആ വിദ്യാർത്ഥികൾ അതൊക്കെ വായിച്ചുട്ടോ. ആ മെസ്സേജ് അവർ വായിച്ചു. അയലാന, ആ പരസ്യം അവർ വായിക്കുകയാണ്. വഖാലു നാം നഗ്രിസു വനസ്റഉ ഫിൽ മദ്രസത്തി. നാം എന്ന് ഓക്കെ യെസ്, നഗ്രിസു നമുക്ക് നടാം, നമുക്കും അതുപോലെ നടാം. നസ്റഉ നമുക്ക് കൃഷി ചെയ്യാം. ഫിൽ മദ്രസത്തി നമ്മുടെ സ്കൂളിൽ നമുക്കത് നട്ടുപിടിപ്പിക്കാം എന്ന് പറയാണ്. ദ സ്റ്റുഡൻസ് റീഡ് ദ അനൗൺസ്മെന്റ് ആൻഡ് സെഡ് യെസ് വി പ്ലാന്റ് ആൻഡ് സോ ഇൻ സ്കൂൾ. ഇനി നമുക്ക് 56-ാമത്തെ പേജിലോട്ട് നോക്കാം. നുനാക്കിഷു വനുഅയ്ദു മുദക്കിറത്തൻ അനിസ്റാത്തി. നുനാക്കിഷു നമുക്ക് ചർച്ച ചെയ്യാം. വനുഅയ്ദു മുദക്കിറ അനിസ്റാത്തി, കൃഷിയെ സംബന്ധിച്ച് നമുക്കൊരു മുദക്കിറ തയ്യാറാക്കി നോക്കാം, ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മോഡൽ കാണിക്കാം, അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അസ്സിറാത്തു ലഹാ തഅസീറുൻ അളീമു ഫി തൻമിയത്തി ഇക്തിസാദിൽ ബിലാദി വഅഹമിയത്തുൻ കബീറ ഫി ഹയാത്തിൽ ഇൻസാനി വഹിയ മസ്ദറു ലിറിസ്ഖി വതവഫുറിൽ അംനിൽ ഗിദാഇ في بلادنا أنواع الزراعية المختلفة ومن أهمها الرز والقمح والشعير وزراعة الخضروات مثل بامية الطماطم البطاطا والعدس والبصل. فواكه مثل التفاح والعنب والرمان والبرتقال وغيرها. فالزراعة حضارتنا وثقافتنا وأيضا عمل ممدوح. الزراعة لها تأثير عظيم في تنمية اقتصاد البلاد. അസ്സിറാത്തു, കൃഷി എന്നുള്ളത്, ലഹ തഅസീറുൻ അളീമു, അതിന് വലിയൊരു സ്വാധീനമുണ്ട്. ഫി തൻമിയത്തി ഇക്തിസാദിൽ ബിലാദി, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് കൃഷിക്ക് വലിയ സ്വാധീനമുണ്ട്. വ അഹമിയത്തുൻ കബീറ എന്ന് മാത്രമല്ല, വ അഹമിയത്തുൻ ഒരു വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ഫി ഹയാത്തിൽ ഇൻസാനി, മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെ. വഹിയ മസ്ദറുൽ ലിറിസ്ഖി, വഹിയ മസ്ദറുൽ ലിറിസ്ഖി, അത് ഉപജീവന മാർഗവുമാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ അതൊരു ഉറവിടമാണ്. ലിറിസ്ഖി, ഭക്ഷണത്തിന്റെ അല്ലെ, നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഉറവിടമാണ്. ഇത് ഒരു ഉപജീവന മാർഗമാണ്. അതുപോലെ തന്നെ തുവഫിറുൽ അംനിൽ ഗിദാഇ, അത് ഭക്ഷ്യ സുരക്ഷയും നൽകുന്നു. തുവഫിറു നൽകുന്നു, അൽ അംനുൽ ഗിദാഇ, ഒരു സുരക്ഷിതമായ ഒരു ഫുഡ്, ഭക്ഷ്യ സുരക്ഷയും നൽകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫുഡ് ഏറ്റവും
നല്ല സുരക്ഷിതമായ ഫുഡാണ് അല്ലേ. പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് ഫുഡുകളൊക്കെ അത്ര ഭക്ഷ്യയോഗ്യം സുരക്ഷിതമല്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ കൃഷി ചെയ്യുണ്ടാക്കുന്നതാണ് ഏറ്റവും നമുക്ക് സുരക്ഷിതമായ ഫുഡ്. അതുകൊണ്ടാണ് പറയുന്നത് വതുവഫിറുൽ അംനുൽ ഗിദായി, അത് ഭക്ഷ്യ സുരക്ഷയും നൽകുന്നു. في بلادنا أنواع زراعية المختلفة من أهمها الرز القمح الشعير. ഫി ബിലാദിന, നമ്മുടെ നാട്ടില് അൻവാഉ സിറായിയ, കാർഷിക കൃഷി, വിവിധ തര ഇനം കൃഷികളുണ്ട്. അൽ മുഖ്തലിഫ എന്നാൽ വ്യത്യസ്ത തരം കൃഷികളുണ്ട്. ഓമിൻ അഹമ്മിയ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർറൂസ്, എന്താണ്, അരി അല്ലെ, നെല്ലുൽപാദനം എന്നൊക്കെയല്ലേ. അഹമ്മിയ അർറൂസ്, അരിയും, വൽ ഖുംഹ് ഗോതമ്പ്, വശഈർ ബാർലി, പിന്നെ അതുപോലെ തന്നെ സിറാത്തുൽ ഖളറവാത്ത് പച്ചക്കറി കൃഷി, മിസ്ല ബാമിയ, ബാമിയ എന്ന് പറഞ്ഞാല് എന്താണ്, വെണ്ടക്ക, വെണ്ടക്കാണ് ബാമിയ എന്ന് പറയാ. പിന്നെ ടൊമാറ്റി എന്ന് പറഞ്ഞാല് തക്കാളി, ടൊമാറ്റോ. പിന്നെ ബത്താത്ത് പറഞ്ഞാല് ഉരുളക്കിഴങ്ങ്. പിന്നെ അൽ ആദസു അൽ ബസലു, അൽ ആദസ് പറഞ്ഞാല് പയറ്, പയറിനാണ് ആദസ് എന്ന് പറയാ. ബസ്വല് പറഞ്ഞാല് ഉള്ളി. ഇവയൊക്കെ നമ്മുടെ നാട്ടില് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അൽ ഫവാക്കിഹു മിസ്ല തുഫാഹി അൽ ഐനബ് അറുമാൻ അൽ ബുർത്തഖാൽ വഗൈരിഹ. അൽ ഫവാക്കിഹി, പഴങ്ങളിൽ പെട്ടത് ഏതൊക്കെയാണ്? മിസ്ല തുഫാഹ് ആപ്പിള്, അൽ ഐനബ് മുന്തിരി, റുമാൻ ഉർമാമ്പയം എന്ന് പറയും. ചിലര് എന്ത് പറയും, ഉർമാമ്പയത്തിന് അനാറ് എന്ന് പറയും. അതുപോലെ മാതള നാരങ്ങ എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ അൽ ബുർത്തഖാൽ, ബുർത്തഖാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, വഗൈരിഹ അതുപോലെയുള്ളത് അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡുകളാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. തണുപ്പുള്ള മേഖലകളിലും ഉണ്ടാക്കുന്നതും അതുപോലെ തണുപ്പില്ലാത്ത മേഖലകളിലും ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അധികവും കാണാൻ സാധിക്കുന്നത് ഈ നെല്ല്, അരി ഉൽപാദനങ്ങളാണ് അല്ലേ. പിന്നെ തണുപ്പുള്ള നാടുകളിലാണ് ഈ തുഫാഹ്, ആപ്പിള്, മുന്തിരി, പിന്നെ അതുപോലെ ഓറഞ്ച് ഒക്കെ തണുപ്പുള്ള നാടുകളിലാണ് അധികം ഉണ്ടാക്കി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പച്ചക്കറി കൃഷിയൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വഗൈരിഹ അതുപോലെയുള്ളത്, അതല്ലാതെ പലതും ഉണ്ട്. ഹസിറാത്തു ഹലാറത്തുന, അസിറാത്ത് പറഞ്ഞാല് കൃഷി, അഗ്രികൾച്ചർ കൃഷി എന്നുള്ളത്, ഹലാറത്തുന നമ്മുടെ ഒരു നാഗരികതയാണ്, പണ്ടേ വന്നു പോയൊരു ശീലമാണ് അല്ലേ. സഖാഫത്തുന എന്ന് വെച്ചാലും നാഗരികത, നമ്മുടെ ഒരു കൾച്ചറാണ് എന്ന് പറയാം. അമലും മംദൂഹും, അതൊരു എന്താണ്, ഒരു സ്തുതിക്കപ്പെട്ട ഒരു പ്രവൃത്തി കൂടിയാണ്, ഒരു പ്രശംസനീയമായ ഒരു പ്രവൃത്തി കൂടിയാണ് എന്ത്, അസിറാത്തു എന്നുള്ളത് അല്ലേ. അപ്പൊ എന്താണ് പറയുക, സിറാത്തു ഹലാറത്തുന കൃഷി നമ്മുടെ നാഗരികതയാണ്, സഖാഫത്തുന നമ്മുടെ സംസ്കാരമാണ്, അമലും മംദൂഹും കൂടാതെ അതൊരു പ്രശംസനീയമായൊരു പ്രവൃത്തി കൂടിയാണ് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഈ മുദക്കിറ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നന്നായിട്ടൊന്ന് വായിക്കുക, മനസ്സിലാക്കുക, തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ ബാക്കി തന്നെയാണ്. നക്റഉ വനഫ്ഹമു, നക്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു എന്നിട്ട് മനസ്സിലാക്കാം. മല ഇഹ്സാൻ അൽ ഹഖായിബ ബിത്തുറാബി വൽ അസ്മിദത്തി ത്വബഇയ്യ വബദറൽ ബദൂർ വഖറസ അശ്ശത്ലാത്തു. മല ഇഹ്സാൻ, ഇഹ്സാൻ നിറച്ചു, അൽ ഹഖായിബ ബാഗുകളിലൊക്കെ നിറച്ചു. അവന് ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ട് അവൻ ബാഗുകളിൽ നിറച്ചു. ബിത്തുറാബി മണ്ണ് കൊണ്ട് നിറച്ചു. വൽ അസ്മിദത്തി ത്വബഇയ്യ ജൈവവളങ്ങൾ കൊണ്ടും. അസ്മിത പറഞ്ഞാല് വളം. അസ്മിതത്തെ ത്വബഇയ്യ പറഞ്ഞാല് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാം. ജൈവ വളങ്ങളൊക്കെ നിറച്ചു. ബദറൽ ബദൂർ വിത്തുകൾ വിതറി. ബദറ പറഞ്ഞാല് വിതറി, അൽ ബദൂർ വിത്തുകൾ വിതറി. വഖറസ അശ്ശത്ലാത്തു, വഖറസ അവൻ നട്ടു, അശ്ശത്ലാത്തു തൈകളൊക്കെ നട്ടു. ഇഹ്സാൻ filled the bag with soil and natural fertilizers, sowed the seeds, planted the seedlings. وبدا يسقي كل يوم صباحا ومساء and began watering every morning and evening. അല്ലേ, അവന് എല്ലാ ദിവസവും ബദ ആറിനാല് അവൻ ആരംഭിച്ചു, യസ്ഖി നനക്കാൻ തുടങ്ങി, കുല്ലയും എല്ലാ ദിവസവും നനക്കും, സുബാഹൻ വമസാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ അവന് വെള്ളം ഒഴിച്ച് നനക്കാൻ തുടങ്ങി.
നബതത്തിൽ ബുദൂറു വനമതശ്ശതലാത്ത് യൗമൻ ബഅദ യൗമിൻ വഅസ്മറത്ത്. അങ്ങനെ നബതത്തിൽ ബുദൂറു വിത്തുകളൊക്കെ മുളക്കാൻ തുടങ്ങി. നമതശ്ശതലാത്തു തൈകളൊക്കെ വളരാൻ തുടങ്ങി. യൗമൻ ബഅദ യൗമിൻ ദിവസവും ഓരോ ദിവസം കഴിയുന്തോറും തൈകളൊക്കെ വളരാൻ തുടങ്ങി, വിത്തുകളൊക്കെ മുളക്കാൻ തുടങ്ങി. വഅസ്മറത്ത് അങ്ങനെ അത് പുഷ്പിക്കുകയും ചെയ്തു. The seed sprouted and seedling grew day after day and bore fruit. അല്ലേ, അത് അസ്മറത്ത് പറഞ്ഞാല് അത് പൂവിടാൻ തുടങ്ങി. ഹത്താ ഹസദൽ ആദസ വത്തൊമാത്തിമ വൽ ബാദിഞ്ചാന വൽ ബാമിയ ഫംതല ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ. ഹത്താ ഹസദ വിളവെടുക്കുന്നത് വരെ. ഹത്താ ഹസദ അങ്ങനെ ഈ നനച്ചു കൊടുത്ത് പുഷ്പിക്കാൻ തുടങ്ങി. ഹത്താ ഹസദ അവന് വിളവെടുക്കുന്നത് വരെ. അൽ ആദസ, ആദസ എന്ന് പറഞ്ഞാല് പയറ്. തൊമാത്തി, തൊമാത്തി എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ, തക്കാളി. വൽ ബാദിഞ്ചാന് വഴുതന, ബാദിഞ്ച എന്ന് പറഞ്ഞാല് വഴുതന. വൽബാമിയ പറഞ്ഞാല് വെണ്ടക്ക, വെണ്ടക്ക പറഞ്ഞാല് ഓക്ര എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷില്, വെണ്ടക്ക. എന്നിവയൊക്കെ വിളവെടുക്കുന്നത് വരെ. എന്തൊക്കെയാണ്? പയറ്, തക്കാളി, വഴുതന, വെണ്ടക്ക എന്നിവയൊക്കെ അവനെ വിളവെടുക്കുന്നത് വരെ. ഫംതല ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ. ഫംതല ഖൽബുഹു അവന്റെ കൽബ്, ഹൃദയം എന്തായി? ഫംതല ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ നല്ല സന്തോഷം. ബിൽ ഫറഹ് പറഞ്ഞാൽ സന്തോഷം, സുറൂർ എന്ന് പറഞ്ഞാലും അതിയായ സന്തോഷത്തിനാണ് സുറൂർ എന്ന് പറയാ. ഫംതല ഖൽബ് അവന്റെ ഹൃദയം നിറഞ്ഞു. ബിൽ ഫറഹി വസ്സുറൂർ ഹിസ് ഹാർട്ട് വാസ് ഫില്ലഡ് വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ്. വഫി യൗമിൽ മുസാരിഇന ആദ ഇഹ്സാൻ മഅ്ദുബത്തൻ ഫാഖിറത്തൻ ഫി ബൈത്തിഹി. വഫി യൗമിൽ മുസാരിഇന അങ്ങനെ കർഷക ദിനത്തിൽ. ഒഫി യൗമിൽ മുസാരീന പറഞ്ഞാല് കർഷക ദിനത്തിൽ, ഫാമേഴ്സ് ഡേ എന്നൊക്കെ പറയില്ലേ, അന്ന് അവന് ആദ്യ ഇഹ്സാൻ, ഇഹ്സാൻ തയ്യാറാക്കി. മഅ്ദുബത്തൻ ഫാഖിറത്തൻ ഫി ബൈത്തിഹി അവന്റെ വീട്ടിലൊരു ഒരു ലാവിഷായ ഒരു വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി എന്ന് പറയാം. മഅ്ദുബത്തൻ ഫാഖിറത്തൻ ഫി ബൈത്തിഹി അവന്റെ വീട്ടില് ഒരു വിഭവസമൃദ്ധമായ, ഫാഖിറത്ത് എന്ന് പറഞ്ഞാല് ഒരു ലാവിഷായ വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി. ഓൺ ഫാമേഴ്സ് ഡേ ഇഹ്സാൻ പ്രിപ്പയർഡ് എ ലാവിഷ് ബാങ്ക്വറ്റ് എന്ന് വെച്ചാൽ ലാവിഷ് ഫീസ്റ്റ് എന്നൊക്കെ പറയാം, അറ്റ് ഹിസ് ഹോം. വദാ സുമലാഉഹു ഇലൈഹ. വദാ അവൻ വിളിച്ചു. സുമലാഉഹു അവന്റെ സഹകൂട്ടുകാരെ, കൊളീഗ് എന്നൊക്കെ പറയാം അല്ലെ, സഹ കൂട്ടുകാരെ അവന് ആ വിരുന്നിലേക്ക് ക്ഷണിച്ചു. ഇലൈഹ അതിലേക്ക് അല്ലെ. ആൻഡ് ഇൻവൈറ്റഡ് ഹിസ് കൊളീഗ്സ് ടു ഇറ്റ് അവന്റെ സഹകൂട്ടുകാരെ അവൻ ആ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. തനാവലു അൽ വജബത ഫരിഹീന വഅതാഹും കീസം മിനൽ ഖുല്ലാറി വൽ ഫവാക്കിഹി ഹദിയതൻ. തനാവലു അങ്ങനെ ആ കൂട്ടുകാരില്ലേ, അവന്റെ ആ സഹ കൂട്ടുകാര് തനാവലു അവര് കഴിച്ചു. എന്ത്? അൽ വജബത ആ ഫുഡൊക്കെ നന്നായിട്ട്, ആ ഭക്ഷണമൊക്കെ അവര് കഴിച്ചു. ഫരിഹീന സന്തോഷവാന്മാരായിക്കൊണ്ട്, ഹാപ്പി ആയിക്കൊണ്ട് അവര് ആ ഫുഡൊക്കെ കഴിച്ചു. അത്താഹും എന്നിട്ട് അവർക്ക് നൽകി. ആ ഇഹ്സാൻ നൽകില്ലേ. കീസം മിനൽ ഖുല്ലാറി പച്ചക്കറിയിൽ നിന്നുള്ള ഒരു കീസ് നൽകി. വൽ ഫവാക്കിഹി പഴങ്ങളിൽ നിന്നും, പഴത്തിന്റെയും പച്ചക്കറിയുടെയും ഒക്കെ ഒരു കീസ് അവർക്ക് നൽകി. ഹദിയൻ ഒരു സമ്മാനമായിട്ട്, ഒരു ഗിഫ്റ്റ് ആയിട്ട് അല്ലേ. They ate and meal happily and he gave them a bag of vegetables and fruits as a gift അല്ലേ. അവന് ആ കൂട്ടുകാരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പോരുമ്പോൾ അവർക്ക് ഒരു ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ ഒരു കവർ അവർക്ക് ഹദിയയായി, ഒരു ഗിഫ്റ്റ് ആയിട്ട്, സമ്മാനമായി നൽകുകയാണ് അവൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഇഹ്സാൻ എന്ന കുട്ടി അവന്റെ പിതാവിന്റെ കൂടെ ആ എക്സിബിഷൻ കാണാൻ പോവുകയാണ്. ആ കാർഷിക പ്രദർശനം കാണാൻ പോയി. അവിടുന്ന് കുറച്ച് വിത്തുകളൊക്കെ വാങ്ങി, തൈകളൊക്കെ വാങ്ങി. എന്നിട്ട് അവൻ ഗ്രോ ബാഗില് ജൈവവളം പിന്നെ മണ്ണും ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അവന് ആ വിത്തുകൾ വിതറി, കൃഷി നട്ടുപിടിപ്പിച്ച്, തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച്, എന്നിട്ട്
അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വളർന്ന് പുഷ്പിച്ച് അത് കൊയ്തെടുത്തു. എന്തൊക്കെയാണ് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൊയ്ത് എന്നിട്ട് കർഷക ദിനത്തിൽ അവന്റെ കൂട്ടുകാരെല്ലാവരെയും അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്കൊരു വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കിലെ, അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് എന്നിട്ട് അവർ തിരിച്ചു പോരുമ്പോൾ സന്തോഷത്തോടെ അവരതൊക്കെ കഴിച്ച് തിരിച്ചു പോരുമ്പോൾ അവർക്ക് ഒരു കേസ് പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ തീരുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കെൻസുൻ, ട്രഷർ എന്നാണ് അല്ലേ. അപ്പൊ ഈ ട്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മണ്ണിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾക്കാണ് നമ്മൾ ട്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി ഭാഗവുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സൊക്കെ കേൾക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഉടനെ കാണാം. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.